ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇങ്ങനെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമതങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. മതങ്ങൾ എല്ലാം തന്നെ പൊതു സ്വഭാവം പുലർത്തുന്ന ഒന്നാണ്. എല്ലാ വിശ്വാസങ്ങളും അതിൻ്റെ ഉള്ളടക്കത്തിൽ ചെറിയ വകഭേദങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം പ്രവൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മോക്ഷപ്രാപ്തിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ അർത്ഥത്തിൽ എല്ലാ മതങ്ങളും മതചിന്തകളും തിരുവചനത്തിന് എതിരാണ്. നാം ബൈബിളിൽ നിന്ന് കാണുന്ന വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം മറ്റൊരു വ്യക്തിയിലും രക്ഷയില്ലെന്ന് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനിത്വത്തിന് എതിരാളികളില്ല. കാര്യം ക്രിസ്ത്യാനിത്വം നൽകുന്ന ആ നിസ്തുലമായിട്ടുള്ള സന്ദേശത്തിന് പകരം വയ്ക്കുവാൻ ഒന്നും ഇല്ല. അതിൻ്റെ തത്വശാസ്ത്രപരമായിട്ട് ആ മോക്ഷപ്രാപ്തിക്കുള്ള വഴി ഈ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ക്രിസ്തു വിശ്വാസത്തിന് ഒരു എതിരാളിയില്ല. ഈ ഒരു മാർഗം മാത്രമേ. എന്നാൽ മറ്റ് വിശ്വാസ സംഹിതകൾ തമ്മിലാണ് പലപ്പോഴും ഏത് നല്ലത്, അതിലേതാണ് ഉത്തമം എന്നുള്ള പ്രതിവാദത്തിൻ്റെ തന്നെ പ്രസക്തി. കാരണം ഏത് നിലയിൽ നോക്കിയാലും ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് രക്ഷയൊരുക്കിയ രക്ഷ വാഗ്ദാനം ചെയ്ത മാർഗം അത് ക്രിസ്ത്യാനിത്വം മാത്രമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മതങ്ങളുടെ പൊതു ചിന്താഗതി, എങ്ങനെയാണ് മതചിന്താഗതി രൂപപ്പെട്ടു വന്നത്, അതിൻ്റെ അടിസ്ഥാനം ബാബേൽ ഭാഷ കലക്കി കളഞ്ഞതിനോടുള്ള ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുകയുണ്ടായി. അതേ തുടർന്ന് മതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ചിന്തകൾ പടർന്ന് പന്തലിക്കുകയും വിവിധ ഭൂപ്രദേശങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. അത് നാം ചിന്തിച്ചു. തുടർന്ന് നമ്മൾ പ്രധാനമായിട്ടും 3 മതങ്ങളെക്കുറിച്ച് ചുരുക്കമായിട്ട് ചിന്തിക്കുകയുണ്ടായി. ഒന്ന് ക്രിസ്തുമതം, 2 ഹിന്ദുമതം, അതേപോലെ 3-ാമത്തേത് ഇസ്ലാം. വളരെ ചുരുക്കമായിട്ട് നാം ആ വിഷയം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പ്രാരംഭത്തിൽ നമ്മുടെ ഇടയിൽ ഒത്തിരി പ്രബലമല്ലെങ്കിലും നമ്മളെപ്പോഴും പറയുന്ന ബുദ്ധമതത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിക്കാം എന്ന് താല്പര്യപ്പെടുകയാണ്. ബുദ്ധമതം അവർ പഠിപ്പിക്കുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി അത് ഹിന്ദു മതത്തെ പോലെ തന്നെ ഒരു വ്യക്തി ആയിട്ടുള്ള ദൈവത്തെക്കുറിച്ചല്ല. നോ പേഴ്സണൽ ക്രിയേറ്റർ ഗോഡ്. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. ഇന്ന് ഭൂമിയിൽ
നാം കാണുന്ന കഷ്ടത, അതിൽ നിന്നുള്ള മോചനം, നമ്മുടെ നിലനിൽപ്പ്, അതിനെ ആസ്പദമാക്കിയാണ് അവർ പലപ്പോഴും കാര്യങ്ങൾ വിശകലനം ചെയ്യാറുള്ളത്. ഈ പേഴ്സണൽ ക്രിയേറ്റർ ഗോഡിനെ വ്യക്തിയല്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ വിശ്വാസം ദൈവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നല്ല. എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ബൈബിൾ വ്യക്തമാക്കുന്നത്, ഉൽപ്പത്തി 1:1 നാം വായിക്കുന്ന പോലെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരു വ്യക്തി ആയിട്ടുള്ള ദൈവം അവിടുന്ന് സംസാരിക്കുന്നു, അവിടുന്ന് രക്ഷിക്കുന്നു എന്നുള്ള വസ്തുത വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം ആണ്. ഈ ബുദ്ധമതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 500 BC ആരംഭിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. സിദ്ധാർത്ഥ ഗൗതമൻ നേപ്പാളിലെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ അവൻ്റെ പിതാവ് അവനെ കഷ്ടതയിൽ നിന്ന് സംരക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവരുടെ പാരമ്പര്യമനുസരിച്ച് ഒരു ദിവസം ഈ ഗൗതമൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്തുപോയി കഷ്ടതയെ നേരിട്ടു എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. തൻ്റെ യാത്രയിൽ താൻ നേരിട്ട അനുഭവങ്ങൾ അദ്ദേഹത്തെ സമ്പത്തിനോട് ഉള്ള വലിയ വ്യാമോഹം ഇല്ലാത്ത ഒരാളാക്കി മാറ്റി. അതുകൊണ്ട് തൻ്റെ ആഡംബര ജീവിതമൊക്കെ വിട്ട് കഷ്ടതയ്ക്ക് ഒരു പരിഹാരം തേടുവാനായിട്ട് സ്വയം ധ്യാനത്തിനായിട്ട് സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ ബോധ്ഗയ എന്ന പട്ടണത്തിലുള്ള ഒരു വലിയ നീണ്ട ധ്യാനത്തിനിടയ്ക്ക് തനിക്ക് ഒരു പ്രകാശനം ലഭിച്ചു. ആ രീതിയിൽ താൻ ബുദ്ധനായി തീർന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ബോധ്ഗയ എന്ന സ്ഥലം പിന്നീട് വിശുദ്ധ ക്ഷേത്രമായി, ബുദ്ധമതത്തിൻ്റെ വിശുദ്ധ ക്ഷേത്രമായി, മഹാബോധി ക്ഷേത്രത്തിൻ്റെ സ്ഥലമായി മാറി എന്നതും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൽ അത്യധികമായിട്ട് അവർ വിശ്വസിക്കുന്നില്ല. സ്വയം പ്രയത്നത്തിന്, തങ്ങളുടെ നിലനിൽപ്പിന് സ്വയം പ്രയത്നത്താൽ ഈ കഷ്ടതയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നുള്ളതാണ് അവരുടെ തത്വങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. അവരുടെ പ്രധാനമായിട്ടും 4 വിശിഷ്ട സത്യങ്ങളെയാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ദുഃഖം, ദുരിതം, വേദന എന്നിവ അടങ്ങിയ കഷ്ടത ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ദുഃഖം, ദുരിതം, വേദന ഇതൊക്കെ അടങ്ങിയ ജീവിതം, കഷ്ടത നിറഞ്ഞ കഷ്ടത ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത് അവരുടെ ചിന്താഗതി നിത്യമല്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമാണ് കഷ്ടത. സകലതും മാറ്റമുള്ളതും നിത്യമല്ലാത്തതും. അതാൽ ഒന്നിനെയും നാം ആഗ്രഹിക്കാൻ പാടില്ല, അതിയായിട്ട് ആഗ്രഹിക്കാനായിട്ട് പാടില്ല.
മൂന്നാമത് അവർ ചിന്തിക്കുന്നത്, ഒരു വ്യക്തിക്ക് കഷ്ടതയിൽ നിന്ന് ഓടിപ്പോകുവാൻ കഴിയണമെങ്കിൽ ഈ അസ്ഥിരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം ഇതാണ്. നാം ഈ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഇതൊക്കെ നിത്യമായിട്ടുള്ളതല്ല, അതെല്ലാം അസ്ഥിരമാണ്. അതുകൊണ്ട് അതൊന്നും ആഗ്രഹിക്കരുത്. ആഗ്രഹം ഇല്ലാതാക്കുന്നതിന് 8 തരത്തിലുള്ള വഴികളാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. 8 തരത്തിലുള്ള വഴികൾ. അത് ഒന്ന്, ശരിയായ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വീക്ഷിക്കണം, മനസ്സിലാക്കണം. രണ്ടാമത്, ശരിയായ ചിന്ത. മൂന്നാമത്, ശരിയായ സംസാരം. 4, ശരിയായ പ്രവൃത്തി. അടുത്തത്, ശരിയായ ജീവിതം, ശരിയായ പ്രയത്നം, ശരിയായ അവബോധം, ശരിയായ ധ്യാനം. ഈ 8 പില്ലേഴ്സാണ് ആഗ്രഹം ഇല്ലാതാക്കുന്നതിന് ഉതകുന്ന ചില വസ്തുതകൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഈ നിലയിലുള്ള ഒരു ചിന്താശൈലിയും ജീവിതശൈലിയും അതിനനുസരിച്ചുള്ള പ്രയത്നവുമുണ്ടെങ്കിൽ, ആഗ്രഹങ്ങളാണ് കഷ്ടതയുടെ ആവിർഭാവം. ആഗ്രഹമില്ലാതായാൽ കഷ്ടത ഇല്ലാതാകും. അതിന് ഈ നിലയിലുള്ള ജീവിതം നയിക്കണം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. തന്നെയുമല്ല, ഹിന്ദുമതത്തിൽ നാം ചിന്തിച്ചപ്പോൾ പറയുകയുണ്ടായി, ഒരു വ്യക്തി അവരുടെ ജീവിത ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ ബ്രഹ്മത്തിൽ ലയിച്ച് നമ്മുടെ അസ്തിത്വം ഇല്ലാതായി ബ്രഹ്മത്തിൻ്റെ ഭാഗമായി തീരും എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിനോട് സമമായിട്ട് സ്വയാസ്തിത്വം ഇല്ലാതാകും എന്നുള്ള ഒരു മിഥ്യാബോധം ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നാം ജനിച്ചു, ആഗ്രഹങ്ങളിൽ നിന്ന് ഒക്കെ അകന്ന് ഒരു ജീവിതം നയിക്കുക. ആ നിലയിൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നതോടുകൂടെ അവസാനിക്കുന്നു. ഇതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ് അവരുടെ പഠിപ്പിക്കൽ. നമ്മുടെ അസ്തിത്വം ഓരോ വ്യക്തിയുടെയും മരണത്തോടുകൂടെ അവസാനിക്കും. ബുദ്ധൻ പഠിപ്പിച്ച തൻ്റെ പഠിപ്പിക്കൽ തൻ്റെ ആദ്യത്തെ ലക്ഷ്യം കഷ്ടത ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ തൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ആവർത്തന ചക്രത്തിൽ നിന്ന് എല്ലാ ആഗ്രഹങ്ങളും സ്വയ താല്പര്യങ്ങളും വിട്ടുകളഞ്ഞ് സ്വതന്ത്രനായി തീരുക എന്ന്. ഒരു ഹിന്ദു ചിന്താഗതി അനുസരിച്ച് ഈ പുനർജന്മം, ആവർത്തന ചക്രവും ഇവരുടെയും ചിന്താഗതിയിൽ ഉള്ളതാണ്. അതിൻ്റെ അവസാനം നാം നമ്മുടെ അസ്തിത്വം ഇല്ലാതായി തീരുന്നു എന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. ഇവര് ദൈവത്തെക്കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നത്, ദൈവം അറിയുവാൻ കഴിയാത്തവനാണ്. ഒരു മനുഷ്യന് ദൈവത്തെ അറിയുവാൻ കഴിയുകയില്ല. ആ അർത്ഥത്തിലാണ് ദൈവത്തെക്കുറിച്ച് പ്രധാനമായിട്ടും അവർ
പഠിപ്പിക്കുന്നത്. അവരുടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വീക്ഷണം ബുദ്ധന് തുല്യമായ ഒരു ആത്മീയ ഗുരുവാണ് യേശു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. നാം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മനുഷ്യന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ആഗ്രഹം, ഡിസയർ ആണ്. ഈ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല പ്രശ്നങ്ങളും പല കഷ്ടതകളും മനുഷ്യൻ നേരിടുന്നത്. അതിൽ നിന്ന് ഒഴിവാകുവാൻ നേരത്തെ ഉദ്ധരിച്ച 8 ജീവിതശൈലി നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കിയാൽ അതിൽ നിന്ന് മോചനം നേടാമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനിത്വം വ്യക്തമാക്കുന്നത് മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം പാപമാണ് എന്നുള്ളത്. ആ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുക എന്നുള്ളതാണ്. ഈ പാപവും രക്ഷയും ഈ അവരുടെ വിശദീകരണത്തില് ഈ അല്പനേരത്തേക്കുള്ള ഇതൊന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതല്ല. നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും, ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും വീടാണെങ്കിലും മറ്റെന്ത് ജീവിത സാഹചര്യങ്ങളാണെങ്കിലും ഇതൊന്നും നിത്യമല്ല, സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതുമല്ല. വളരെ കുറച്ചു കാലത്തേക്കുള്ള ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ്. നാം ഈ എല്ലാ ആഗ്രഹങ്ങളും നിർത്തി മനസ്സിനെ ശൂന്യമാക്കുമ്പോഴാണ് രക്ഷ നമ്മളിലേക്ക് വരുന്നത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. നാം ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാക്കി കഴിയുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അവർ പറയുന്നതനുസരിച്ച് ബുദ്ധനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ തന്റെ കർമ്മത്തിൽ ജയിക്കുമ്പോൾ നിർവ്വാണത്തിലേക്ക്, അല്ലെങ്കിൽ അവന്റെ അസ്തിത്വമില്ലാതെ ആയിത്തീരുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരും. ഇതിൽ സ്വാർത്ഥത വിട്ടുകളഞ്ഞ് ആത്യന്തികമായിട്ടുള്ള പ്രകാശം ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നാണ് അവരുടെ പഠിപ്പിക്കുക. ഇവിടെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യം, മനസ്സിനെ നമുക്ക് ശൂന്യമാക്കാൻ പറ്റും? എപ്പോഴും ധ്യാന ചിന്തയോടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സിനെ ശൂന്യമാക്കാതിരിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഏത് ധ്യാനത്തിലും കർമ്മത്തിലും ഒക്കെ ആണെങ്കിലും ആ ശൂന്യതയിലേക്ക് വരുന്നൊരവസ്ഥ സ്വാഭാവികമായിട്ട് അസാധ്യമാണ്. ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത, വിചാരം അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ വെടിഞ്ഞ് ഇരിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ പലതും നമ്മുടെ ചിന്താശകലങ്ങൾ നിലനിൽക്കും. ശൂന്യതയിലേക്ക് ധ്യാനത്തിലൂടെ പല നിലകളിലുമുള്ള യോഗ അഭ്യാസങ്ങളിലൂടെയൊക്കെ ശൂന്യതയിലേക്ക് വരുത്താൻ കഴിയുമെന്നാണ് അവർ വാദിക്കുന്നത്. അതൊരു ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് ഇവര് പറയുന്നത് ഈ ജീവിതശൈലിയിലൂടെ മനസ്സിനെ ശൂന്യമാക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മൾ മൈൻഡിനെ എംപ്റ്റി ആക്കണം. അപ്പോൾ അത് എന്തുമാത്രം പ്രായോഗികമാക്കും? ഈ മൈൻഡിനെ എംപ്റ്റി ആക്കിയതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ
ഇന്ന് പലതും മറക്കാനായിട്ട് ഈ മദ്യപാനികൾ മദ്യം കുടിക്കുന്നുവെന്ന് പറയുന്നത് പോലെയൊക്കെ അതിൻ്റെ മത്തിൽ പല കാര്യങ്ങളും അവർക്ക് മറക്കാൻ സാധിക്കുമായിരിക്കും. അത് കുറച്ച് സമയത്തേക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതാണ്. അഭിമുഖീകരിക്കാതെ ഉള്ളൊരു രീതിയിലുള്ളൊരു ഒളിച്ചോട്ടമാണ് ഇതിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പറഞ്ഞു മനുഷ്യന് മതം ആവശ്യമാണെങ്കിൽ ഞാനത് പ്രാരംഭത്തില് ഓർപ്പിച്ചല്ലോ. മനുഷ്യന് മതം എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒന്നാണെങ്കിൽ മതചിന്തയോടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ ഇന്നത്തെ പ്രശ്നം മതചിന്തയോടുകൂടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യദൈവത്തിൽ നിന്നും അകന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. നാം മനസ്സിനെ എംറ്റി ആക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ബൈബിൾ എന്ന് പറയുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നാം റോമലേഖനം 12:2 എന്താണ് വായിക്കുന്നത്? വായിച്ചാട്ടെ 12. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിനെ ശൂന്യമാക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ല ബൈബിളിൽ. നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ അതെല്ലാം ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് ദൈവവിശ്വാസത്തിലും ദൈവത്തിലുള്ള പ്രത്യാശയിലുമാണ് ആ രൂപാന്തരം. മനുഷ്യന്റെ പ്രശ്നത്തിന്റെ ഈ മനസ്സ് അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ട് മനസ്സ് അസ്വസ്ഥമാകും? ഈ ബുദ്ധമത ചിന്താഗതി അനുസരിച്ചും ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് അസ്വസ്ഥമാക്കുന്നത്. ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു കണക്കെ പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടമാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക, സ്വയം ത്യജിക്കുക എന്നൊക്കെ പറയും. അങ്ങനെയെങ്കിൽ എല്ലാ തരത്തിലുമുള്ള ആഗ്രഹങ്ങൾ വെടിഞ്ഞാണ് മനുഷ്യൻ ജീവിക്കേണ്ടതും അതിലൂടെയാണ് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതെങ്കിൽ ദൈവം എന്തിനാ ഇതൊക്കെ സൃഷ്ടിച്ചത്? എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യർക്ക് ആസ്വദിക്കാനും വേണ്ടിയല്ലേ സൃഷ്ടിച്ചത്. പല ആളുകളും ചിന്തിക്കുന്നത് എന്റർടൈൻമെന്റ് എന്നുള്ളത് പാപമെന്നാണ് പലരും ചിന്തിക്കുന്നത്. പല നമ്മുടെ കൂട്ടത്തിലുള്ള പല വിശ്വാസികളും അല്ലെങ്കിൽ പല വ്യക്തികളും പറയുന്നത് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ്, ഒരു ഉല്ലാസം, ഇതൊക്കെ ആത്മീയതയ്ക്ക് ചേർന്നതല്ല എന്നാണ്. എന്നാൽ ദൈവം സകലതും സൃഷ്ടിച്ചത് മനുഷ്യന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു വൃക്ഷത്തിന്റെ ഫലം ഒഴികെ ബാക്കി സകലതും തിന്നാം. അതുപോലെ പ്രകൃതി സൗന്ദര്യം, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യർക്ക് അധിവസിക്കാനാണ് ഭൂമി സൃഷ്ടിച്ചത്. അപ്പം ഭൂമിയിലുള്ളതെല്ലാം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ അത് ആസ്വദിക്കുക, അതിനെല്ലാറ്റിനും ഒരു ലിമിറ്റുണ്ട്. ആ നിലയിൽ ആ ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ദൈവപ്രസാദം വരുന്ന നിലയിൽ ഏത് കാര്യവും ആസ്വദിക്കുന്നതിനും
ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത്. നമ്മുടെ ഈ ഒരു 10-20 വർഷം കൊണ്ട് നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ വന്ന വലിയൊരു രൂപാന്തരം, പ്രത്യേകിച്ച് പ്രാരംഭ കാലഘട്ടത്തിൽ TV വന്നപ്പോൾ TV വേണ്ട, TV വീട്ടിൽ കയറ്റരുത് എന്ന് പ്രസംഗിച്ച ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിൽ. അതുമൂലം പല പ്രശ്നങ്ങളുണ്ടാകും, പല കാര്യങ്ങൾ ഉണ്ടാകും. ഇന്ന് എല്ലാവരും TV കൈ കൊണ്ടുവരും. അപ്പോ അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതി, ഏത് കാര്യവും ഗുണത്തിനായിട്ടും ദോഷത്തിനായിട്ടും ഉപയോഗിക്കാം. നാം എങ്ങനെ ഉപയോഗിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവപ്രസാദം വരുന്ന നിലയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സിലബസിനുമായിട്ട് ഒത്തിരി കണക്റ്റഡ് അല്ലെങ്കിലും ഭക്ഷണപാനീയങ്ങൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണം മനുഷ്യന് ആവശ്യവുമാണ്. ഈ ഭക്ഷണം എന്നുള്ളത് ഈ ഭൂമിയിലെ ഈ മാംസരക്തങ്ങളോടുകൂടി ജീവിക്കുമ്പോൾ മാത്രം ആവശ്യമുള്ള ഒന്നാണ്, മാത്രം കഴിക്കാവുന്ന ഒന്നാണ്. നമുക്ക് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ആഹാരം കഴിക്കാൻ പറ്റുമോ? ബൈബിൾ അടിസ്ഥാനത്തിൽ പറയണം. രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ആഹാരം കഴിക്കാൻ പറ്റും. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കഴിച്ചിട്ടുണ്ട്. എന്തോ വ്യത്യാസമാണ്? അവര് കഴിക്കുന്ന സാധനം കഴിച്ചത്, ശിഷ്യന്മാരുണ്ടാക്കി കൊടുത്തതാ കഴിച്ചത്. അത് നമ്മൾ രൂപാന്തരപ്പെട്ടപ്പോ ആരുടെ ശരീരത്തോടെ സമാനമാകുന്നു? നമ്മള് ക്രിസ്തുവിന്റെ ശരീരത്തോടെ. ഇനി കുഞ്ഞാടിന്റെ കല്യാണത്തില് ഭാവിയില് അവിടെ സദ്യ ഒരുക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സഹോദര, നമ്മള് ദൂതന്മാർക്ക് കഴിക്കാമോ? ആ, ദൂതന്മാർ കഴിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അന്നേരം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഉല്ലാസത്തിനായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ശരീരപ്രകൃതിയാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ജീവൻ നിലനിൽക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ. യേശുക്രിസ്തു അല്ല, ക്രിസ്തുവിനെ പോലെ ആകുമെന്നാണ്. ദൈവത്തെ അത് ഞാൻ ഇതിന്റെ കാര്യം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ വ്യക്തമാക്കിയിരുന്നു. സഹോദരനെ ശ്രദ്ധിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിന്റെ ഭരണവ്യവസ്ഥിതി അതനുസരിച്ചാണ് ഭൂമിയിലെ ഭരണവ്യവസ്ഥിതിയും പോകുന്നത്. അവിടെ രാജാവ് ദൈവമാണ്, ആരാധ്യൻ.
അതിൻ്റെ കീഴിലുള്ളതാണ് രാജാവിൻ്റെ കുടുംബാംഗങ്ങൾ. അവരെയാണ് സൺസ് ഓഫ് ഗോഡ്, ദൈവപുത്രന്മാരെന്ന് വിളിക്കുന്നത്. അതിൻ്റെ കീഴിലാണ് പ്രജകൾ. ആ അർത്ഥത്തിലാണ് അവിടെ ദൂതന്മാരെന്ന് പറയുന്നത്. ഇതേപോലെ നാം രക്ഷിക്കപ്പെട്ട അന്നേരം മുതൽ രൂപാന്തരപ്പെട്ട ശരീരമാണെങ്കിലും രൂപാന്തരപ്പെടുന്നതിന് മുമ്പാണെങ്കിലും നാം രാജാവിൻ്റെ കുടുംബാംഗങ്ങളാണ്. നാം ദൈവമായി തീരത്തില്ല. ആ ഒരു മിഥ്യാധാരണ. സഹോദരങ്ങളാണ്, ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവമക്കളായിട്ട് തീർന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. അതിന് എക്സാമ്പിൾ ക്രിസ്തു ശേഷം ശിഷ്യന്മാരെ വിളിച്ചത് സഹോദര. അത് എബ്രായ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ വ്യക്തിത്വം അതേ അർത്ഥത്തിൽ നമുക്ക് കിട്ടത്തില്ല. നാം ദൈവ കുടുംബത്തിന്റെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ള വ്യക്തികളാണ്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ശരീരത്തിൽ മാംസരക്തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നത് പോലെ തന്നെ ഇത് നമ്മുടെ ഭക്ഷണം ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. എന്നാൽ രൂപാന്തരപ്പെട്ട ശരീരത്തിനും ആവശ്യമാണെന്നല്ല, ഭക്ഷണം കഴിക്കാം. ചില ആളുകൾ ചിന്തിക്കുന്നത് അതിനകത്ത് ബൈബിൾ ആധികാരികതയൊന്നും കൂടുതൽ പറയാനില്ല. എന്നാൽ ചിന്തിക്കാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത മന്ന അത് സ്വർഗീയ ഭക്ഷണമെന്ന്. അപ്പം ദൂതന്മാർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണമാണ്. അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാൻ കൊടുത്ത ഭക്ഷണമാണ് ആകാശത്ത് നിന്ന് വർഷിച്ചത് എന്നാണ് പല വ്യക്തികളും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇവിടെ ബുദ്ധമത ചിന്താഗതി അനുസരിച്ച് ആഗ്രഹം ഇല്ലാതാക്കുക, ഭക്ഷണത്തോടുള്ള ആഗ്രഹം ഇല്ലാതാക്കുക, അതുപോലെ എന്തിനോടുള്ള ആഗ്രഹം ഇല്ലാതാക്കുക. അപ്പോൾ ബൈബിൾ അനുസരിച്ച് രൂപാന്തരപ്പെട്ട ശരീരത്തിലും ഭക്ഷണം നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ആഗ്രഹം അതിൽ തന്നെ തെറ്റല്ല. ആഗ്രഹം അതിൽ തന്നെ തെറ്റല്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ആഗ്രഹങ്ങളാണ് എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാന കാരണമെന്നാണ് ബുദ്ധം മതം പറയുന്നത്. എന്നാൽ ആഗ്രഹം അതിൽ തന്നെ തെറ്റല്ല. ഇത് ഭക്ഷണമാണെങ്കിലും എന്താഗ്രഹമാണെങ്കിലും ദ്രവ്യാഗ്രഹം സകലവിധ ദ്രവ്യം ദോഷമുണ്ടാക്കുന്നതല്ല. എന്നാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് കാരണം. അതുപോലെ ആഹാരം ദോഷമുണ്ടാക്കുന്നതല്ല, ആഹാരത്തോടുള്ള അത്യാർത്തി പ്രശ്നമുണ്ടാകും. അപ്പോൾ ആഗ്രഹം മിതമായിട്ടുള്ള നിലയിൽ, ആഗ്രഹമില്ലാതെ ഒരു വ്യക്തിക്ക് ജീവിക്കാനായിട്ട് പറ്റുകയില്ല. ഇതെല്ലാം വേണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ത്യജിച്ചു എന്ന് പറഞ്ഞാലും ചുരുങ്ങിയത് ജീവന്റെ നിലനിൽപ്പിന് ഭക്ഷണം വേണം. ഭക്ഷണത്തോടുള്ള ഈ ഭക്ഷണ ലഭ്യത കുറവുള്ളവർക്ക് ഭക്ഷണത്തോട് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും. ചുരുങ്ങിയ അളവിലെങ്കിലും ഭക്ഷിക്കാൻ ലഭിക്കും എന്ന് ഉറപ്പുള്ളവർക്ക് അതിനോടുള്ള ആർത്തി വേണമെങ്കിൽ മാറ്റിവെക്കാം. പക്ഷെ ആഗ്രഹം ഒരിക്കലും ഇല്ലാതാക്കാനായിട്ട് പറ്റുകയില്ല. ആഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്യും. അത് നാം പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മനസ്സിനെ ശൂന്യമാക്കിയാലുള്ള കുഴപ്പമാണ് ബൈബിൾ അനുസരിച്ച്. മത്തായി സുവിശേഷം 12:43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? അല്ല, ആ വാക്യം വായിച്ചു. മത്തായി 13:43-45. 12:43 തൊട്ട്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി കണ്ടന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ലതായി.
ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. അപ്പം എം ടി ആക്കിയാലല്ല കുഴപ്പം. പിശാച് കയറി പിശാചിന്റെ വാസസ്ഥലമായിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ നേരായിട്ട് ജീവിക്കണമെങ്കിൽ മനസ്സ് എം ടി ആക്കിയല്ല, നമ്മുടെ മനസ്സ് ദൈവചിന്തകൾ കൊണ്ട് നിറച്ച് ദൈവത്തിന്റെ നിവാസസ്ഥാനം ആക്കണം. എങ്കിൽ മാത്രമേ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. അപ്പോൾ ഈ ഭൂമിയിലെ ആഗ്രഹം എല്ലാ പ്രശ്നത്തിനും കാരണമാണെങ്കിൽ തന്നെ, ഈ ചിന്താഗതി അനുസരിച്ച് ആഗ്രഹം എല്ലാ പ്രശ്നത്തിന്റെയും കാരണമാണ് എന്ന് കരുതി ഈ ആഗ്രഹങ്ങളൊക്കെ വെടിഞ്ഞ് ജീവിച്ചാൽ പോലും അവസാനം എൻ്റെ അസ്തിത്വം ഇല്ലാതായി തീരുന്ന ഒരു ചിന്തയിലേക്കാണ് അവരോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് എന്ത് നേട്ടമാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് കൊണ്ട് ഉണ്ടാകും? ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ജീവിത ശൈലിയാണ് ഈ തത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഈ തേരാവത ബുദ്ധമതത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് തേരാവത ബുദ്ധമതക്കാർ ത്രിപിതക അത് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് സ്വീകരിക്കും. ത്രിപിതക ഇതിന്റെ അർത്ഥം ഉപദേശത്തിന്റെ 3 കോട്ടകൾ എന്നാണ്. അതില് ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ, സന്യാസിമാർക്കുള്ള നിയമങ്ങള്, തത്വജ്ഞാന പഠിപ്പിക്കലുകൾ ഇവയൊക്കെ ഉൾക്കൊള്ളും. തേരാവത ബുദ്ധമതക്കാർ. മറ്റ് ബുദ്ധമതക്കാർ മഹായാന, തേരാവത തേരാവത എന്ന് പറഞ്ഞാൽ ബുദ്ധ മതത്തിലെ ഒരു ഗ്രൂപ്പാണ്. അവര് ത്രിപതയാണ് അവരുടെ ഗ്രന്ഥം. അതിനകത്ത് പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ബുദ്ധമതക്കാര് മഹായാന, ലോട്ടസ് സൂത്ര, ജ്ഞാനത്തിന്റെ പൂർണ്ണത, ലോട്ടസ് സൂത്ര, ജ്ഞാനത്തിന്റെ പൂർണ്ണത ഇവയെല്ലാം ത്രിപാക്കയോട് ചേർത്ത് വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ട് പരിഗണിക്കും. മഹായാന, ലോട്ടസ് സൂത്ര, ജ്ഞാനത്തിന്റെ പൂർണ്ണത, ഈ 3 ഗ്രന്ഥങ്ങളും ഈ ത്രിപായോഗയോട് ചേർത്ത് അതും വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ട് അവര് കണക്കാക്കണം. ഓക്കെ, നമ്മള് ബുദ്ധമത ചിന്തയോട് നാം ഉള്ള വ്യക്തികളോട് സാക്ഷ്യം വഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള ചില ആശയങ്ങൾ ഉണ്ട്. അതില് ഊന്നൽ കൊടുത്ത് അപകടത്തിലേക്ക് നയിക്കാവുന്ന ആഗ്രഹങ്ങൾ, ധാർമ്മിക ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകത, പ്രാർത്ഥന, അനുകമ്പ, അച്ചടക്ക ജീവിതം, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം അവർ പഠിപ്പിക്കുന്നുണ്ട്. അതും ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ഈ ബുദ്ധനും യേശുവും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കും. ഒരു ഗുരുവിനപ്പുറം
യേശു കർത്താവ് ദൈവമാണ്. അത് പ്രധാനമായിട്ടും തൻ്റെ പ്രത്യേകിച്ച് ബുദ്ധ മതവിശ്വാസികളോട് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ അവകാശവാദങ്ങൾ നാം മുമ്പോട്ട് വയ്ക്കുന്നത് ക്രിസ്തു ആര് എന്നുള്ളത് കൂടുതൽ വ്യക്തത വരുത്തുവാൻ ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ നിലയിൽ ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങൾ വ്യക്തമാക്കുന്നത് താൻ സാധാരണ മനുഷ്യനോ സാധാരണ ഒരു ഗുരുവോ പ്രവാചകനമല്ല, അതിലുപരി ദൈവമാണ് എന്നുള്ള വസ്തുതയാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തൻ്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരുമൊക്കെ പറഞ്ഞ സാക്ഷ്യങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തി സൂചിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നാം സംസാരിക്കുക. ആ നിലയിൽ ക്രിസ്തുവും ബുദ്ധനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു ഫലിപ്പിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബുദ്ധമതക്കാർ ഒരു ആത്മീയ ഗുരുവായിട്ട് മാത്രമേ ക്രിസ്തുവിനെ കാണുന്നുള്ളൂ. എന്നാൽ യേശു കർത്താവ് പറഞ്ഞത് ഞാൻ മാത്രമാണ് നിത്യജീവങ്കിലേക്കുള്ള ഏക വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഈ മനുഷ്യജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും അതിയായിട്ടുള്ള ആഗ്രഹങ്ങളും കഷ്ടതകളിൽ നിന്നുമൊക്കെ വിടുവിക്കുവാൻ യേശു കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടുള്ള കടം, നമ്മുടെ പാപങ്ങളുടെ വില കൊടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിലൂടെ യേശു നമ്മെ വീണ്ടെടുത്തു. എല്ലാ മതവിശ്വാസികളെയും ലോകത്തിലുള്ള സകല മനുഷ്യരെയും വീണ്ടെടുത്ത് എല്ലാവർക്കും നിത്യസമാധാനം നൽകുവാനാണ്. ആ നിത്യസമാധാനം അനുഭവിക്കുവാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സാധിക്കും എന്നുള്ള വസ്തുത തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വ്യക്തമാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ബുദ്ധമത ചിന്താഗതി അനുസരിച്ച് രക്ഷയ്ക്കായിട്ട് ഒരു മാർഗം മാത്രമല്ല, ഒന്നിലധികം മാർഗങ്ങളുണ്ടെന്ന് ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നു. ബുദ്ധമതക്കാരും മറ്റു മതസ്ഥരും ദൈവത്തെങ്കിലേക്കുള്ള വഴിയെക്കുറിച്ച് ശ്രദ്ധ നേടിയപ്പോൾ പല നിലകളിൽ ദൈവത്തിലെത്താം എന്നുള്ള ഒരു പഠിപ്പിക്കലുകൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ക്രിസ്ത്യാനിത്വത്തിൽ ക്രിസ്തു അവകാശപ്പെടുന്നത് ഞാൻ മാത്രമാണ് വഴി. അതിന്റെ കാരണം ഇവരെല്ലാവരും ദൈവത്തെ തേടി അലയുകയാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ്. മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിനും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്നാണ് തിരുവചനത്തിൽ യേശു കർത്താവിന്റെ ജന്മസമയത്ത് ആ വാക്യം ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ സ്വയപരിശ്രമത്താൽ പാപമില്ലായ്മ ചെയ്യുവാനോ പാപത്തിന് മോചനം ലഭിക്കുവാനോ പ്രശ്നം പരിഹരിക്കുവാനോ സാധിക്കുകയില്ല. ഇതെല്ലാം ത്യജിച്ച് ജീവിക്കുന്ന ആളുകൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിന്റെ വ്യാപ്തി കുറവും കൂടുതലും ഉണ്ട് എന്നുള്ളതല്ലാതെ എല്ലാ വ്യക്തികളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ചെറിയ നിലയിലുള്ള ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തികളാണ്. അപ്പോൾ ആഗ്രഹം വേണ്ട, ഒന്നും വേണ്ട, ഒന്നിനോടും ആഗ്രഹമില്ല. ഭക്ഷണം വെടിഞ്ഞാണെങ്കിലും എത്ര നാളൊരു വ്യക്തിക്ക് ജീവിക്കാം? വെള്ളം കുടിക്കാതെ എത്ര നാൾ ജീവിക്കാം? വളരെ ഭക്ഷണം വെടിഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ രണ്ടാഴ്ചയൊക്കെ ജീവിക്കാം. പക്ഷെ വെള്ളം കുടിക്കാതെ വെള്ളം ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ എന്ത് വരും? വെള്ളം കുടിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം തൃപ്തിപ്പെടുത്തിയിൽ എന്ത് പറ്റും? മരണത്തിന് കീഴടങ്ങി. അപ്പോൾ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുവാനായിട്ട്, ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള
ഒരു കാര്യമാണ്. പിന്നീട് ബുദ്ധമത പഠിപ്പിക്കലനുസരിച്ച് മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പില്ല. അതുകൊണ്ട് യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ജീവനുള്ള ദൈവമാണെന്ന് തെളിയിക്കുവാൻ മതിയായ ഒരു കാരണമല്ല. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പില്ലാത്തതുകൊണ്ട് അവര് മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് പറയാത്തതുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥാപിക്കുവാനായിട്ട് അവരുടെ അടുത്ത് ചെന്നാൽ അവരുടെ ചിന്താഗതിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും യേശു കർത്താവിന്റെ അവകാശവാദങ്ങൾ ഊന്നി നാം സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള വസ്തുത. നാം നേരത്തെ ചിന്തിച്ച മതങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്വയപ്രയത്നത്താൽ പറ്റുകയില്ല, ദൈവകൃപയാലാണ് രക്ഷ, ദൈവം ദാനമായിട്ട് നൽകുന്നതാണ്. ഈ 8 വഴികൾ അവർ കഠിന പരിശ്രമം ചെയ്താലും സുവിശേഷം പറയുന്നത് ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ മാത്രം, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി നമുക്ക് രക്ഷ ലഭിക്കും എന്നുള്ളത്. എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ക്രൂശിലുണ്ടാക്കി എന്നുള്ള വസ്തുത, ക്രിസ്തുവിന്റെ മരണത്താൽ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കി എന്നുള്ളത് ബൈബിളിൽ നിന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുക. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻ, 1 കൊരിന്ത്യർ 15:3 നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. അതുമൂലം നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മാറ്റപ്പെടുകയുണ്ടായി. ബുദ്ധമതം അനുസരിച്ച് സമാധാനം അവർ വാഗ്ദാനം നൽകുന്നു. സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ചുള്ള സമാധാനം ഒരുപക്ഷെ അവർക്ക് നേടാൻ പറ്റുമായിരിക്കും. എന്നാൽ ദൈവവുമായിട്ടുള്ള സമാധാനം അത് ക്രിസ്തുവിലൂടെ മാത്രമേ, ക്രിസ്ത്യാനിത്വം മാത്രമേ നൽകുന്നു. സകല മനുഷ്യരും സൃഷ്ടിതാവിന്റെ മുന്നിൽ കുറ്റക്കാരന് പാപം ചെയ്ത് ജീവിക്കുന്നവരാണ്. ആ ദൈവവുമായിട്ടുള്ള നിരപ്പ് ഉണ്ടാകാത്തത് ആവശ്യം. പിന്നീട് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യവും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ബുദ്ധ മതവിശ്വാസം അനുസരിച്ച് ഒരുപക്ഷെ അടുത്ത ലൈഫ് സൈക്കിളിലേക്ക് കയറും, അല്ലെങ്കിൽ ഇല്ലാതായിട്ട് തീരും. അങ്ങനെയാണെങ്കിലും തെറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ ഈ ബുദ്ധമത വിശ്വാസം അനുസരിച്ച് പോകുന്ന വ്യക്തികൾക്ക് അതൊരു പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും. എന്നാൽ മറ്റു മതവിശ്വാസികളും അല്ലെ ബുദ്ധമതം സ്വീകരിക്കാത്തവർ വളരെ ക്രൂരമായിട്ടുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവരും മനുഷ്യരാണ്. അവരുടെയൊക്കെ ജീവിതത്തിന് ശേഷം എന്ത് സംഭവിക്കും? ആ സൈക്കിൾ ചിലപ്പോൾ ഇങ്ങനെ ആവർത്തിക്കുമെന്ന് അവർ പറഞ്ഞുവെങ്കിലും ആത്യന്തികമായിട്ട് നാം ഈ ചെയ്ത തെറ്റിനൊരു പരിഹാരം, നീതി നടപ്പാക്കുന്നത് എവിടെയാണ്? ആ നീതി നടപ്പാക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥത്തിലുള്ള സമാധാനം എനിക്ക് ലഭിക്കൂ. അങ്ങനെയാണ് എൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ലഭിക്കുന്നത്. ക്രിസ്ത്യാനിത്വം അനുസരിച്ച് ക്രൂശിൽ അതെല്ലാത്തിനും പരിഹാരം ഉണ്ടാകും. ഈ ഒരു വസ്തുത നാം മനസ്സിലാക്കുക. അതനുസരിച്ച് അവരോട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കുകയും അതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ മിക്കവാറും കാര്യങ്ങൾ നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മതങ്ങളുടെ വിവരണങ്ങൾ ഞാൻ തന്നെ തയ്യാറാക്കിയതല്ല, ഒരു ബുക്കിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ആ നിലയിൽ ശ്രദ്ധിച്ച് ചിന്തിക്കാം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക്
ഏ? ആ മഹാ ആ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ തന്നെ ഇത് രണ്ട് തരം ജനറേഷനെ ഉളവാക്കുവാനുള്ളതാണ് മഹായാനസ്. അതിനെക്കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഒരു ധാരണയില്ല. എന്നാലും പൊതുവായിട്ടുള്ള ഒരു ചിന്ത, അവർ ഈ മഹായാന എന്ന് പറയുന്നത് ഈ ബുദ്ധിസത്തിൽ തന്നെയുള്ള രണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് മഹായാന. സാൻസ്ക്രിറ്റ് പദത്തിൻ്റെ അർത്ഥം ദി ഗ്രേറ്റ് വെഹിക്കിൾ, വലിയ വാഹനം എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ചിന്താഗതി അനുസരിച്ച് മരണശേഷം പെട്ടെന്ന് നിർവ്വാണത്തിലേക്ക് പ്രവേശിക്കും. മറ്റേ ചിന്താഗതി അനുസരിച്ച് അടുത്ത ലൈഫ് സൈക്കിളിൽ കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ള അർത്ഥത്തിലാണെന്ന് തോന്നുന്നു കാര്യം പറയുന്നത്. ഇങ്ങനെ ബുദ്ധാമതക്കാരുമായിട്ട് എന്തെങ്കിലും ഇടപെടാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? ആ ആ ബുദ്ധമത ഫോളോവറായിരുന്നു. ഞങ്ങളതിനെ മറ്റന്നാൾ എല്ലാവർക്കും ഒരു ശാന്തമായിട്ടൊരു എന്തോട്ടൊക്കെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരാളെ അറിയാം, ക്രിസ്ത്യാനിയാണ്, ഓർത്തഡോക്സാണ്. പല പല യാത്രകൾ ചെയ്തു, ഹിമാലയത്തിൽ വന്നു. അപ്പോൾ ഇതാണ് ഫോളോ ചെയ്തത്, ബുദ്ധിസമാണ് നല്ലത് കറക്റ്റ് എന്നുള്ളത്. പക്ഷേ എവല്യൂഷൻ വന്നിട്ട് സയന്റിഫിക് ആയിട്ട് വിശ്വസിക്കും, ബൈബിളല്ല. ഇതിപ്പം ദൈവമെന്ന യാഥാർത്ഥ്യത്തെ ഞാൻ പ്രാരംഭ ക്ലാസ്സിൽ ഇവര് അവരുടെ തിയോളജിയിൽ ചില വകഭേദങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ പേരുകൾ കൊടുത്ത് ഓരോരോ രീതിയിൽ പലതും വിഭജിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള സത്യം എന്താ? സത്യദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക എന്നുള്ളത്. അത് ചില വ്യക്തികളെ ദൈവമുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ യഥാർത്ഥ രക്ഷകനിലേക്ക് അവർ ചെല്ലരുത്. എല്ലാവരെയും പ്രവൃത്തിയുടെ അടിസ്ഥാനം ദൈവമുണ്ടെന്ന് വിശ്വസിച്ചോ ക്രിസ്തു ദൈവമാണെന്നും വിശ്വസിച്ചോ ഒരു കുഴപ്പമില്ല. പിശാച് ക്രിസ്തു രക്ഷകനാണ്, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, പാപത്തിന്റെ പരിഹാരം ഉണ്ടാക്കി. ആ ഒരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോഴാണ് ആ വിശ്വാസത്താൽ എനിക്ക് ആത്മരക്ഷയുണ്ടെന്ന്, അതിൽ മാത്രം ആത്മരക്ഷ എന്ന് പറയുമ്പോഴാണ് പിശാചിന്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പല ആളുകളോടും മോക്ഷപ്രാപ്തി ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ദൈവവിശ്വാസിയാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. ദൈവവിശ്വാസി സ്വർഗത്തിൽ പോകുന്നില്ല. തെളിവെന്ന അല്ല, രക്ഷിക്കപ്പെട്ടതിനെ പോവുള്ളൂ. അത് നമ്മൾ പറയുന്നത്. അതിലും ബെറ്റർ ഒരു വാക്യമുണ്ട്. ദൈവവിശ്വാസി സ്വർഗത്തിൽ പോകത്തില്ല. കാരണം യാക്കോബിന്റെ ലേഖനം പറയുന്നത് എന്താണ്? പിശാച്
ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ പിശാചും സ്വർഗത്തിൽ നിത്യത ചെലവഴിക്കാൻ കഴിയുന്ന വ്യക്തിയാണോ? അല്ല. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് രക്ഷയില്ല. കാര്യം ഈ വെളിപ്പാടൊന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ വെളിപ്പാട്, നിങ്ങൾ ബൈബിൾ ശാസ്ത്രം തത്വശാസ്ത്രം പഠിച്ചെങ്കിൽ ദൈവം വെളിപ്പെടുത്തുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് പൊതുവായ വെളിപ്പാട്, പ്രത്യേക വെളിപ്പാട്. പൊതുവായ വെളിപ്പാടാണ് ഈ പ്രകൃതിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സകലതും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, അത് ദൈവമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയും. പക്ഷെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത് കൊണ്ട് രക്ഷ ലഭിക്കുകയില്ല. രക്ഷ ലഭിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അത് പഴയ നിയമ വിശ്വാസിയാണെങ്കിലും പുതിയ നിയമ വിശ്വാസിയാണെങ്കിലും രക്ഷ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ആ വിശ്വാസത്തിന്റെ ഉള്ളടക്കത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആദാം പാപം ചെയ്ത് അന്നേരം തന്നെ രക്ഷയുടെ സന്ദേശം അവരോട് പറയുകയുണ്ടായി. ആദാം പാപം ചെയ്ത് അന്നേരം മുതലേ രക്ഷയുടെ സന്ദേശം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പോൾ ഒരു രക്ഷകൻ വരാൻ പോകുന്നു എന്നുള്ള വസ്തുത പാപത്തിൽ വീണ് അന്നേരം തന്നെ മനുഷ്യന് കൊടുത്തതാണ്. പഴയ നിയമ വിശ്വാസികൾ ഒരു രക്ഷകൻ വരും, എനിക്ക് രക്ഷയുണ്ടാക്കും എന്ന് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. പുതിയ നിയമ വിശ്വാസികൾ രക്ഷകൻ വന്നു, എനിക്ക് വേണ്ടി ഒരുക്കിയ ആ രക്ഷയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നു. ആ ഒരു അർത്ഥത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ല എങ്കിൽ യേശു കർത്താവിന്റെ യാഗമരണം, യാഗമാകാൻ പോകുന്നു എന്നും യാഗമായി എന്നുമുള്ള ഉള്ളടക്കത്തിലെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ആത്മരക്ഷ ഉള്ളൂ. അത് നശിപ്പിക്കാനാണ് പിശാച് ശ്രമിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മനുഷ്യവംശത്തെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. അത് നടന്നില്ല. യേശു കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ തന്നെ ആ ക്രൂശുമരണത്തിൽ നിന്ന് ക്രൂശുമരണം വരിക്കാതെ ജനിച്ചപ്പോൾ തന്നെ കൊന്നുകളയാൻ ശ്രമിച്ചു. അതല്ലാതെ തള്ളിയിട്ടുമൊക്കെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അതിൽ നിന്നൊന്നും പിശാചിന് വിജയം നേടുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഈ ഓരോ അവരുടെ മോക്ഷപ്രാപ്തിയുടെ രീതിയിൽ ചില പേരുകളും ചില വിശദീകരണങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഏത് തരത്തിലാണെങ്കിലും നമ്മൾ ഒരു മതത്തെക്കുറിച്ചും ഒന്നും അറിഞ്ഞുകൂടെങ്കിലും എല്ലാ മതത്തിന്റെ ഒരു പൊതു സ്വഭാവം പ്രവർത്തിയാലാണ് രക്ഷ. എനിക്ക് ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാകണം. അത് ചില ആളുകൾ ഒരു വ്യക്തി ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, ചില ആളുകൾ ശക്തി ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, ചില ആളുകൾ ഓരോ മനുഷ്യനിലും ആത്മീയതയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഈ രീതിയിലുള്ള വിശ്വാസമെല്ലാം ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് വരണം എന്നുള്ളൊരു ചിന്ത എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തില് ദൈവം സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ നിത്യത വെച്ചിരിക്കുന്നു. മനുഷ്യ ഹൃദയത്തിൽ നിത്യത വെച്ചിരിക്കുന്നു. അപ്പോൾ എന്റെ ജീവിതം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇതിനപ്പുറം ഒന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് സകല മനുഷ്യരെയും ദൈവാന്വേഷികളാക്കി തീർക്കുന്നത്. എല്ലാവരും മോക്ഷം തേടിയുള്ള യാത്ര അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചുള്ള പ്രയാണത്തിലാണ് എല്ലാ മതസ്ഥരും. ഈ മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നത്തിൽ നിന്നുള്ളൊരു മോചനം തേടിയുള്ള യാത്രയാണ്. അത് എങ്ങനെയാണ്? സ്വയപരിശ്രമത്താലാണ്. ചില ആളുകൾ തീർത്ഥാടനം, മറ്റു പല പ്രവർത്തനങ്ങൾ, നന്നായിട്ട് ജീവിക്കുക, ആഗ്രഹം, സന്യാസ ജീവിതം, യോഗമാർഗം, അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പ്രവർത്തിയാൽ മോക്ഷപ്രാപ്തി, പ്രവർത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടും. അതാണ് ക്രിസ്ത്യാനിത്വത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. അതാണ് മറ്റ് വിശ്വാസങ്ങളെല്ലാം ക്രിസ്ത്യാനിത്വത്തിന് എതിരായിട്ട് നിൽക്കും.
ക്രിസ്ത്യാനിത്വം മാത്രമാണ് രക്ഷാമാർഗം, ഉറപ്പ് നൽകുന്ന മാർഗം. അതുകൊണ്ട് ഓരോ വിശ്വാസത്തിനും അതിൻ്റെ പല വിഭജനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ആ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനും പിടിച്ചു നിർത്താനുമുള്ള ചില മാർഗങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. സ്വയപ്രയത്നത്താൽ രക്ഷ നേടാൻ കഴിയും. ദൈവം എന്നുള്ളത് ഒരു സൂപ്പർ ശക്തി അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ മുകളിലുള്ള ഒരു യാഥാർത്ഥ്യം, ശക്തിയെന്നോ വ്യക്തിയെന്നോ ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തെ പ്രവൃത്തി ചെയ്ത് എങ്ങനെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഒരു നമ്മൾ വിഗ്രഹങ്ങളുടെ കാര്യം കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായല്ലോ. ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിഗ്രഹം ദൈവമാകുന്നത് വരെ സാധാരണ അതുണ്ടാക്കിയത് സാധാരണ മനുഷ്യനാണ്. അതിനെ വിഗ്രഹമാക്കുന്നതിന് ചില കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ എഴുതി അതിന് ചില ശക്തിയൊക്കെ ആവാഹിച്ച് വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ടാണ് അത് വിഗ്രഹമായിട്ട് ഭരിച്ച് ആളുകൾ വരുന്നത്. അപ്പോൾ ശക്തി ആവാഹിച്ച് കൊടുത്ത ആളാണോ അതോ ആവാഹനത്തിലൂടെ ശക്തി കിട്ടിയ വസ്തുവിനാണോ ശക്തി കൊടുക്കുക? കൊടുത്ത ആൾക്കാണ് സാമർഥ്യവും ബുദ്ധിയും വിവേകവും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വിഗ്രഹം ഏത് വിഗ്രഹം മനുഷ്യന്റെ കൈവേല മാത്രമേ ഉള്ളൂ എന്ന്. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ പ്രക്രിയയിലൂടെ എന്തോ ദൈവത്വമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഈ പല ഹിന്ദു സന്യാസിമാർ തന്നെ ഈ വിഗ്രഹാരാധനയ്ക്കെതിരെ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അവർ തന്നെ അതിനൊരു ശക്തിയുമില്ല എന്നുള്ള നിലയിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ബൈബിളിൽ ദൈവം ഒരു വിഗ്രഹത്തിൽ അധിവസിക്കുന്നതോ വിഗ്രഹമല്ല, ദൈവത്തിന്റെ ആലയത്തിലെ ഉപകരണങ്ങളോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ ക്രമം തെറ്റിച്ചിടപെട്ടപ്പോൾ മനുഷ്യന്റെ ജീവൻ പോയ ചരിത്രമാണ് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ചോദ്യം അവിടെ ഉയർന്നു വരുന്നത് ദൈവത്തിന്റെ ശക്തി ആ ഉപകരണങ്ങളിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആ ഉപകരണങ്ങളിൽ ദൈവത്തിന്റെ ശക്തി ആവാഹിച്ചു വെച്ചതല്ല, ദൈവം ശക്തിയുള്ള വ്യക്തിയാണ്. ഈ വിഗ്രഹാരാധികൾ എല്ലാവരും ദൈവം ഒരു വ്യക്തിയാണെന്ന് അംഗീകരിക്കുന്നില്ല. ഏതോ ഒരു ശക്തിയാണ്. ഇലക്ട്രിസിറ്റി നമ്മൾ ആവാഹിച്ച് വെക്കുന്ന പോലെ, ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ബാറ്ററി സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ എന്തോ ഒരു സ്റ്റോറേജ് സെന്റർ പോലാണ് അവരുടെ. അതുപോലെ നമ്മുടെ പഴയ നിയമത്തിൽ അതിന് പ്രത്യേക ശക്തി ഉണ്ടായത്. അതിന് പ്രത്യേക ശക്തി ഉണ്ടെങ്കിൽ പിന്നെ അന്ന് അവര് മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ അവർക്കൊന്നും പറ്റാനും. ദൈവം കൽപ്പിച്ചു കൊടുത്ത സംവിധാനങ്ങൾ പിന്നിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ചില സന്ദർഭങ്ങളിൽ, എല്ലായ്പ്പോഴുമല്ല, ചില സന്ദർഭങ്ങളിൽ ദൈവം നേരിട്ട് ഇടപെട്ടത്. അതുകൊണ്ടാണ് അവർക്ക് മൂലക്കുരുവും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്ന് തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ഈ പെട്ടകം കൊണ്ടുപോകാൻ നേരത്ത് കാളപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോയി. പല ആളുകളും ചിന്തിക്കുന്നത് എന്താണ്, ദൈവം അത്ര ക്രൂരനാണോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അത് കൊണ്ടുപോകാൻ ഒരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്. എന്താണ്? തോളെ ചുമന്നുകൊണ്ട് പോകണമെന്നാണ് പറഞ്ഞത്. അത് തെറ്റിച്ച് കൺവീനിയൻസ് നോക്കി കാളപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി. അത് മറിഞ്ഞു പോകാൻ നേരത്ത് പിടിച്ചുടനെ ആള് മരിച്ചു. അപ്പോൾ ദൈവകൽപ്പനയുടെ മുന്നിൽ ആണ്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ മുന്നിലാണ് ഏതെങ്കിലും ഒരു വസ്തുവിൽ ശക്തി കേന്ദ്രീകരിക്കുന്നതല്ല. ദൈവം പറഞ്ഞു കൊടുത്ത ആ ആചാരാനുഷ്ഠാനങ്ങൾ അതിന്റെ മൂല്യവും പ്രാധാന്യവും കൊടുക്കാതിരുന്നാൽ ദൈവം അവരെ ശിക്ഷിക്കുമെന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അത് ഓരോ ഇസ്രായേൽ ജനം ഒരിക്കലും അവിടെയുള്ള സമാഗമന കൂടാരമോ കെരൂബുകളോ ഇതൊന്നും ദൈവമെന്ന് കരുതി ആരാധിച്ചിട്ടില്ല.
അവിടെ സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ അവരുടെ ചിന്ത എന്താണ്? അത് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ആ ദൈവ സാന്നിധ്യം അവർക്ക് ഭയം ജനിപ്പിക്കുന്ന നിലയിൽ, അവർക്ക് കാണാവുന്ന നിലയിൽ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നാം സമാഗമന കൂടാരം സ്ഥാപിച്ചപ്പോൾ മേഘം ഇറങ്ങി വന്നത് നാം കാണുന്നു. അതിനുശേഷം അവര് പലപ്പോഴും പ്രവാസത്തിലേക്കുമൊക്കെ പോയി. പിന്നീട് ശലോമോൻ ദേവാലയം പണിതപ്പോൾ ദൈവ സാന്നിധ്യം അവിടെ പ്രത്യക്ഷപ്പെട്ടത് അവിടെ വസിക്കുകയായിരുന്നു. പിന്നീട് ഇവരെ പൂർണ്ണമായിട്ടും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ആ ദൈവ സാന്നിധ്യം പുറപ്പെട്ടു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു യെരമ്യാ പ്രവാചകനാണ്, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പോകുന്ന ഒരു ചിത്രം പ്രവാചകൻ കാണുന്നതായിട്ട് രേഖപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീടുണ്ടായ രണ്ടാം ദേവാലയത്തിലും ഇന്ന് വരെയും ആ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ശേഷം ദൈവം മനുഷ്യരോട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ദേവാലയത്തില് ദൈവ സാന്നിധ്യം അധിവസിക്കുന്ന ഒരു മേഘത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ കണ്ടതുപോലെയും ദേവാലയം സമർപ്പിച്ച സന്ദർഭത്തിൽ കണ്ടതുപോലെയുമുള്ള ഒരു സാന്നിധ്യം പിന്നീട് അല്ല, ദേവാലയം ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ അതിനുശേഷം പണിതല്ലോ. ഇസ്രായേലിന്റെ നെഹമ്യാവിന്റെ ഒക്കെ നേതൃത്വത്തിൽ മതിലും ദേവാലയമൊക്കെ പണിത് AD 70 നശിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അന്ന് പോലും ആ സാന്നിധ്യം പഴയതുപോലെ അവിടെ പ്രത്യക്ഷമായിരുന്നില്ല. ഇനി അത് പ്രത്യക്ഷമാകാൻ പോകുന്നത് പുതിയ യെരുശലേം ഇറങ്ങി വരുമ്പോഴാണ്. അല്ലെങ്കിൽ മില്ലേനിയത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിലെ ഒരു ഉപകരണവും വിഗ്രഹ തുല്യമായിരുന്നില്ല. ദൈവം കൽപ്പിച്ചു കൊടുത്ത ചില ഉപകരണങ്ങൾ മാത്രമായിരുന്നു. അതനുസരിച്ച് അതിന് നിർദ്ദേശിച്ച ആ ക്രമമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. എങ്കിൽ കൽപ്പന തെറ്റിച്ചുകൊണ്ടാണ് ആ വിഗ്രഹത്തിന് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധന സാമഗ്രികൾക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടായതുകൊണ്ടല്ല, ദൈവം നിഷ്കർഷിച്ച വസ്തുതകളിൽ വീഴ്ച വരുത്തിയപ്പോൾ ദൈവം ഇടപെട്ട് ആ നിലയിൽ ദൈവം ഇടപെട്ട് ശിക്ഷിച്ച ഒരു ചിത്രവും ഒരു വിഗ്രഹാരാധന ചരിത്രത്തിലും വിഗ്രഹത്തിന്റെ പിന്നിലും നാം കാണുന്നില്ല. മറിച്ച് വിഗ്രഹത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒഴികെ പല സന്ദർഭങ്ങളിലും പലതും മോഷ്ടിക്കപ്പെട്ട ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ആരും ഒരു വിഗ്രഹവും പ്രതികരിച്ചിട്ടില്ല. ഇനി അതിൽ ആവാഹിച്ചു വെച്ച ശക്തി പോലും പ്രതികരിച്ചില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാണ്. പള്ളിയിലും അമ്പലത്തിലും എല്ലാം ഇതുണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് മൂന്ന് മതങ്ങളെ കുറിച്ചും കൂടെ ഞാൻ നോട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള സമയത്ത് ചിന്തിക്കാം. നമുക്ക് എനിക്കൊരു ചോദ്യം വന്നത്, ഒരു ബൈബിൾ പഠിക്കുമ്പോൾ മതത്തെ പറ്റി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? മതത്തെ പറ്റി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ചോദ്യം നമ്മള് നമ്മുടെ അയൽവാസികളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു, അവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്.
മതം പോട്ടെ, നമ്മുടെ തൊട്ടയൽവാസി മനസ്സിലാക്കി മനസ്സിലാക്കാം. പറയേണ്ടതേ പറയാവൂ, നിൽക്കേണ്ടിടത്ത് നിൽക്കണം എന്നൊക്കെ നമ്മൾ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചേരുന്ന ജീവിതത്തിൽ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസവും ചിന്താരീതിയുമാണ് അവരാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ദൗത്യം എന്താണ്? ഇത് സുവിശേഷ പ്രവർത്തകരുടെയും മാത്രമല്ല, സകല വിശ്വാസികളുടെയും ദൗത്യം എന്താണ്? സുവിശേഷം പറയാ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരെ അറിയിക്കുക. തന്നെയുമല്ല, ഇച്ചിരൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ആ വലിയ നിയോഗത്തിനനുസരിച്ച് നിങ്ങൾ സുവിശേഷം മറ്റുള്ളവരോട് അറിഞ്ഞ് മറ്റുള്ളവരെ ശിഷ്യരാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ശിഷ്യരാക്കുന്ന പ്രക്രിയയിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആകണമെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസ രീതിയെക്കുറിച്ച് ആഴമായിട്ട് അറിഞ്ഞില്ലെങ്കിലും അവരുടെ ചിന്താരീതി എന്താണെന്നതിനെ കുറിച്ചുള്ളൊരു പൊതുധാരണ ഉണ്ടായിരിക്കുന്നത് അവരുമായിട്ട് സുവിശേഷത്തിന്റെ സന്ദേശം പങ്കുവയ്ക്കാൻ ഏറ്റവും, നിങ്ങളെ മീൻ പിടിക്കുന്നവരുടെ ആക്കുന്ന പശ്ചാത്തലത്തിന് മനുഷ്യരെ പിടിക്കും. മീൻ പിടിക്കാൻ പോകണമെങ്കിൽ കൂടുതൽ പ്രയോജനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊരു പ്രത്യേക സമയമുണ്ട്, ആ മീൻ കൂടുന്ന ഇടമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു അസമയത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പ്രതീതി പോലെ ആയിരിക്കും നമ്മളുടെ സുവിശേഷ പ്രവർത്തനം. ഇന്നത്തെ നമ്മുടെ മിക്ക സുവിശേഷ പ്രസംഗവും ഈ മീൻ ലഭ്യത കുറവുള്ള സമയത്ത് ചൂണ്ടയിടുമ്പോൾ വല്ലപ്പോഴും 1-2 മീനെ കിട്ടുന്ന പ്രതീതി പോലെയാണ് നാം അസ്ഥാനത്ത് കാര്യങ്ങൾ വിശകലനം ചെയ്യാതെ ഒക്കെ ഏർപ്പെടുന്ന ഒരു രീതിയാണ് പൊതുവെ കാണുന്നത്. പക്ഷെ എൻ്റെ സുഹൃത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരൻ ആര് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൃത്യതയോടുകൂടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെക്കാബുലറി ഉണ്ട്, ശൈലിയുണ്ട്, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കും. അപ്പൊ അവരെന്ത് ചിന്തിക്കുന്നു ആ നിലയിൽ നമ്മൾ യഹൂദനെ നേടുവാൻ ഞാൻ യഹൂദനെ പോലെ എന്നുവെച്ചാൽ അവരുടെ വേഷം, അവരുടെ വിശ്വാസം അനുകരിക്കുന്ന ഒരു വ്യക്തി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് അവരുടെ നിലയിലേക്ക്, അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ചിന്താശൈലി നാം ഗ്രഹിക്കാൻ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെന്ത് ചെയ്താലും ഫലം തരുന്നത് ദൈവമാണ്. നമ്മുടെ ദൗത്യം പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. പലപ്പോഴും ഈ ഫലം കിട്ടാത്തതിലൊക്കെ നിരാശയും പല സഭയിലെ ശുശ്രൂഷന്മാരും ഒക്കെ ഇത്രയും നാളും പ്രവർത്തിച്ചിട്ടൊരു ഫലവും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സുവിശേഷം അറിയിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഈ ജീവനുണ്ടാക്കുന്നത്, വീണ്ടും ജനിപ്പിക്കുന്ന പ്രവൃത്തി നമുക്കില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വീണ്ടും ജനിപ്പിക്കുന്നത്. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ആ ആളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ നിലയിൽ സുവിശേഷത്തിന്റെ സാക്ഷിയായിട്ട് തീരുവാൻ ഈ ചിന്താഗതി നമുക്ക് ഉപകരിക്കും. പ്രധാനമായിട്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഹിന്ദുയിസം, അതുപോലെ ക്രിസ്തു മതവും ഇസ്ലാമും ആണ് പ്രധാനമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത്. ബുദ്ധമതക്കാർ വളരെ വിരളമാണ് നാം കാണാൻ സാധ്യത. പിന്നീട് പഞ്ചാബിൻ്റെ പ്രദേശങ്ങളിലേക്കൊക്കെ പോയാൽ സിഖ് മതം, ജൈനമതം, പാഴ്സികളുണ്ട്. അങ്ങനത്തെ ചുരുക്കമാണ്. അതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ഒരു 1.5 പേജിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് സമയം കിട്ടിയാലും ഇല്ലെങ്കിലും സിഖ് മതത്തെക്കുറിച്ച് ഉണ്ട്. സിഖ് മതം ആനിമിസം ഉണ്ട്. പിന്നെ ബഹായി മതം, അത് മുസ്ലിമിൻ്റെ വേറൊരു വകഭേദമാണ്. പിന്നെ സ്വരാഷ്ട്രനിസം, പിന്നെ കൺഫ്യൂഷ്യനിസം, ഷിൻഡോയിസം, ടാവോയിസം. ഇത്രയും കാര്യത്തെക്കുറിച്ച് ഓരോ 1.5 പേജിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടീ ബ്രേക്കിനായിട്ട് കൂടിയാണ്.